ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം EVS പാഠപുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. എന്താണ് നക്ഷത്രഗണങ്ങൾ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് അവയെ ആകൃതികളായി സങ്കല്പിക്കുന്ന നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പുകളാണ് നക്ഷത്രഗണങ്ങൾ. വേട്ടക്കാരൻ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ഇനി സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വ്യക്തമായി വടക്കൻ ചക്രവാളത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. നക്ഷത്ര നിരീക്ഷണത്തിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടത്? മേഘാവൃതമായ അന്തരീക്ഷമുള്ള ദിവസം ഒഴിവാക്കണം. വ്യക്തമായ ആകാശം കാണുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. കൂടുതൽ പ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കരുത്. ആകാശ നിരീക്ഷണത്തിന് നമ്മെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പേരെഴുതുക. K-STAR, സ്റ്റെലേറിയം. ബഹിരാകാശ നിലയം. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക? വായുവില്ല, ജലമില്ല, ഭാരം അനുഭവപ്പെടുന്നില്ല, ശബ്ദമില്ല, ഗുരുത്വാകർഷണമില്ല. രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനെയാണല്ലോ. എന്താകും കാരണം? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും ചന്ദ്രനെ കാണുന്നത്. ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. ചന്ദ്രൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് എഴുതൂ. ഗോളാകൃതി, അന്തരീക്ഷമില്ല, ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്, സ്വയം പ്രകാശിക്കുന്നില്ല, സ്വയം തിരിയുന്നു, ഭൂമിയെ ചുറ്റുന്നു. എന്താണ് ഉപഗ്രഹങ്ങൾ? ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നു. സൗരയൂഥം. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. ഭൂമിയും സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു. എന്താണ് പരിക്രമണപഥം? ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെ പരിക്രമണപഥം എന്ന് വിളിക്കുന്നു. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഭൂമിയുടെ പരിക്രമണ പഥനത്തിൻ്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥനങ്ങൾക്കിടയിലാണ്? ശുക്രൻ, ചൊവ്വയാണ്. എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? ക്യാമറയും മറ്റും നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. GPS, ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. വീടും സ്കൂളുമൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലെയും കാണാനാകും. ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS. കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? വാർത്താവിനിമയം, GPS, കാലാവസ്ഥാ പ്രവചനം, ഗതി നിർണയം, വിദൂര സംവേദനം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം. വിവിധ ആവശ്യങ്ങൾക്കായി നമ്മുടെ രാജ്യം വിക്ഷേപിച്ച പ്രധാനപ്പെട്ട കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളും പട്ടികപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇൻസാറ്റ് ആണ്. പ്രധാന ഉപയോഗം വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം,
IRNSS ഗതിനിർണയം, കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT 7 എമിസാറ്റ് പ്രതിരോധം. എന്താണ് റോക്കറ്റുകൾ? ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ISRO. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO. മറ്റ് രാജ്യങ്ങളിലെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ ശേഖരിക്കുക. USA നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. യൂറോപ്പ് ESA യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ജപ്പാൻ JAXA ജപ്പാൻ എക്സോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. റഷ്യ റോസ്കോസ്മോസ്. ചൈന CNSA ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ രാജ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി ചേർത്ത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. 1963 നവംബർ 21 സ്ഥാപിതമായി. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം. തുമ്പ ഇക്വറ്റോറിയൻ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. വിക്രം സാരാഭായിയുടെ ഓർമ്മക്കായിട്ട് 1972 വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകി. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ SDSC ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഇവിടെയാണ് നടത്തുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തു വരുന്ന സ്ഥലമായതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമായ അധിക കേന്ദ്രീകൃത ബലം ലഭിക്കുന്നു. സതീഷ് ധവാന്റെ ഓർമ്മയ്ക്കായി 2002 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ് ആണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരികൾ നീൽ ആംസ്ട്രോങ്, എഡ്വിനും ബസ് ആൽഡ്രിനും. ഏതു വാഹനത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്? അപ്പോളോ 11. അപ്പോളോ 11 എന്ന പേടകം നിയന്ത്രിച്ചത് ആരായിരുന്നു? മൈക്കൽ കോളിൻസ്. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയത് എന്നാണ്? ജൂലൈ 21, 1969. ഏത് ബഹിരാകാശ ഏജൻസിയാണ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചത്? നാസയാണ്. സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? സ്പുട്നിക് 1 ആണ്. സ്പുട്നിക് 1 വിക്ഷേപിച്ചത് എന്നാണ്? 1957 ഒക്ടോബർ 4 അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായി വർഷം തോറും ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളെ ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ്. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യവേഷക പേടകമാണ്. ചന്ദ്രയാൻ 2 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ്. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ഇറങ്ങി. ഇതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക. മംഗൾയാന് 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാസ് ഓർബിറ്റൽ മിഷൻ. അനൗദ്യോഗികമായി ഇത് മംഗൾയാൻ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്രാ ദൗത്യമാണിത്. 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇതോടെ ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ. അടുത്തത് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഗഗൻയാൻ ബഹിരാകാശ ദൗത്യം ഇന്ത്യ 2026 മാറ്റി. അടുത്തത് ആദിത്യ L1. ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ദൗത്യമാണ് ആദിത്യ L1. സൗരാന്തരീക്ഷത്തെക്കുറിച്ച്
പഠിക്കാനുള്ള കൊറോണോഗ്രാഫി ബഹിരാകാശ പേടകമാണിത്. 2024 സെപ്റ്റംബർ 2-നാണ് ആദ്യത്തെ വിക്ഷേപിച്ചത്. ഇവിടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവെപ്പുകളാണ് ചുവടെ. ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തി ഇവ ക്രമത്തിലാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ISRO നിലവിൽ വന്നു 1969 ഓഗസ്റ്റ് 15-നാണ്. ആര്യഭട്ട വിക്ഷേപണം ആര്യഭട്ട 1 വിക്ഷേപണം 1975-ലാണ് ഏപ്രിൽ 19-ന്. ഇൻസാറ്റ് 1 വിക്ഷേപണം 1982 ഏപ്രിൽ 10-ന്. ചന്ദ്രയാൻ 1 വിക്ഷേപണം 2008 ഒക്ടോബർ 22-ന്. മംഗൾയാൻ 1 വിക്ഷേപണം 2013 നവംബർ 5-ന്. ആദിത്യ L1 വിക്ഷേപണം 2023 സെപ്റ്റംബർ 2-ന്. അപ്പോൾ നമ്മൾ ഇയറും ഡേറ്റും ഓർഡർ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ പറയുന്ന പ്രസ്താവനകൾ ഓരോന്നും ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്നു. കൃത്രിമോപഗ്രഹങ്ങളാണ്. കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? റോക്കറ്റാണ്. ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുതകൾ ഉപഗ്രഹങ്ങളാണ്. സ്വയം പ്രകാശിക്കുന്നത് സൂര്യനാണ്. ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ഈ പദപ്രശ്നം പൂർത്തിയാക്കുക. സമാനമായ പുതിയവ നിർമ്മിക്കുക. വലത്തോട്ട് ചന്ദ്രനിലേക്ക് വനിതകളെ അയക്കാനുള്ള നാസയുടെ പ്രഥമ ദൗത്യം. ആദ്യ കൃത്രിമ ഉപഗ്രഹണം. ഒരു ആദ്യകാല ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ. കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. അതുപോലെ താഴോട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക, മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.